കാസർഗോഡ് അത്യന്തം ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഭക്ഷ്യ വിഷബാധയേറ്റ് ഒരു വിദ്യാർത്ഥിനി മരണപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഡിസംബർ 31 ഗുരുതരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണ്. ഇന്നാണ് മരണമുണ്ടായത്. പക്ഷേ ഇന്നാണ് സംസ്ഥാനത്തെ അധികാര സംവിധാനങ്ങളടക്കം പരിശോധനയ്ക്ക് തയ്യാറാവുന്നത്. നമുക്കൊപ്പം അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ കൂടി ചേരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയുടെ ചുമതലയുള്ള സുബിമോളാണ് ചേരുന്നത്. ശ്രീ സുബിമോൾ, ഇങ്ങനൊരു സംഭവം നേരത്തെ ഉണ്ടായതായി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പെട്ടിട്ടില്ല. ഇന്ന് രാവിലെയാണ് നമ്മൾ അറിയുന്നത്. അവിടെ ഒരാൾക്ക് ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽ അവരെ സാധാരണ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലെ വലിയൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മറ്റു പലർക്കും സമാനമായ അസ്വസ്ഥതകൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ നാട്ടിൽ സംഭവം ഉണ്ടാകുമ്പോഴും ഇത് അറിയാനുള്ള സംവിധാനങ്ങളൊന്നുമില്ലേ? നമ്മൾ ഇതുവരെ ഇതാരും വിളിച്ചു പറഞ്ഞില്ലായിരുന്നു. നമ്മൾ ഇന്ന് രാവിലെയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അവിടെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് പരിശോധിക്കുന്നുണ്ട്. ഇത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഒരാഴ്ച കൂടി ആ ഹോട്ടൽ പ്രവർത്തിക്കുകയും അവിടെ നിന്ന് നിരവധി പേർ പിന്നെയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിവരം നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. ഫുഡ് പോയിസൺ ഉണ്ടായ കാര്യം ആൾക്കാർ അവിടെ അങ്ങനെ ഒരു കൃത്യമായ രീതിയിൽ ഒരു പരിശോധന സംവിധാനം ജില്ലയിൽ നടക്കാറുണ്ടോ? നടക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. കൃത്യമായി നടക്കുന്നുണ്ട്. അപ്പോഴും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. ഇത് നിർഭാഗ്യവശാൽ ഉണ്ടായ ഒരു സംഭവമാണ്. നമ്മൾ കൃത്യമായി പരിശോധന, വളരെ ഊർജ്ജസ്വലമായി പരിശോധന കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നുണ്ട്. ശരി, ഈ സമയത്ത് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി. എന്തായാലും ഒരിക്കലും ആവർത്തിക്കരുതാത്ത സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കർശനമായ പരിശോധനകൾ എല്ലാ സമയത്തും കൃത്യമായി നടത്തിയെങ്കിൽ മാത്രമേ ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം നിലനിർത്താൻ കഴിയൂ. അത് ഉറപ്പാക്കേണ്ട ബാധ്യത കൂടി സർക്കാരിനും ഈ സംവിധാനങ്ങൾക്കുമുണ്ട്. നമ്മുടെ നാട്ടിൽ സംവിധാനവും നിയമവും ഇല്ലാത്തതല്ല പ്രശ്നം, ഇതൊന്നും ഫലപ്രദമായി പ്രവർത്തിക്കാത്തതാണ്. വല്ലപ്പോഴും മരണമുണ്ടാകുമ്പോൾ, ജനരോഷം ഉയരുമ്പോൾ മാത്രം പ്രവർത്തിക്കേണ്ട ഒന്നല്ല ഈ സംവിധാനം എന്നതുകൂടിയാണ് നമ്മളെ ഇത് ഓർമ്മപ്പെടുത്തുന്നത്.